ധന്യ, ഈ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം, അവിടെ ISRO നടത്തിയ പഠനത്തിൽ ഈ ചൊവ്വയിൽ ഉള്ള ജെറോസൈറ്റ് എന്ന് പറയുന്ന വസ്തു അത് ഈ നമ്മുടെ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്തും ഉണ്ട്. അപ്പോൾ ഭൂമിയും ചൊവ്വയും തമ്മിൽ ഏതൊക്കെയോ തരത്തിലുള്ള സാദൃശ്യങ്ങളുടെ സൂചനയാണ് നമുക്ക് ഗുജറാത്തിൽ നിന്ന് കിട്ടുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? അതായത് ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിലുള്ള ഭൗമശാസ്ത്രപരമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഗവേഷകർ അന്വേഷിക്കുന്നത്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ കച്ചിലുള്ള മാതാ നോമഡ് ഗ്രാമത്തിലാണ്. അവിടെയാണ് ഈ ISROയുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ചൊവ്വയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ധാതുവാണ് ജാറോസെറ്റ്. ഇത് ഇവിടെയും ഈ സ്ഥലത്തും ഈ ഗ്രാമത്തിലും കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷകർ തന്നെ പറയുന്നത് ചൊവ്വയും ഭൂമിയും തമ്മിൽ ഭൗമശാസ്ത്രപരമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വയിൽ കാണുന്ന ധാതു ഈ ഗ്രാമത്തിൽ കണ്ടെത്തിയത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇനി ഈ ചൊവ്വയിൽ കണ്ടെത്തിയ ഈ ജാറോസെറ്റും ചൊവ്വയിലെ ജലസാന്നിധ്യത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ വളരെ അപൂർവമായ ഈ ധാതു ഇരുമ്പും സൾഫറും ചേർന്ന ഒരു സംയുക്തമാണ്. നാസയുടെ ചൊവ്വ ദൗത്യങ്ങളിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ ജാറോസെറ്റ് വ്യാപകമായി കണ്ടെത്തിയിരുന്നു. ഇത് പുരാതന കാലത്ത് ചൊവ്വയിൽ ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ പ്രധാന തെളിവുകളിലൊന്നായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഗുജറാത്തിലെ ഈ കണ്ടെത്തൽ ആ പ്രദേശത്ത് പണ്ട് ശുദ്ധജലം ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, അതായത് SAC, മാതാ നോമഡ് പ്രദേശത്തെ ഒരു മാർസ് അനലോഗ് സൈറ്റായി പ്രഖ്യാപിച്ചു. അതായത് ചൊവ്വയിലെ സാഹചര്യങ്ങളോട് സാമ്യമുള്ള ഒരിടം എന്നാണ് ആ സ്ഥലത്തെ ഇനി അറിയപ്പെടുന്നത്. ഭാവിയിലെ മാർസ് മിഷൻ ടു മാർസ് പോലുള്ള ദൗത്യങ്ങൾക്കായി മനുഷ്യരെയും ഉപകരണങ്ങളെയും ഒരുക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ ഇവിടെ നടത്താൻ ഇന്ത്യക്ക് കഴിയും. ഇത് ചൊവ്വയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകൾക്ക് നിർണായക സംഭാവനകൾ നൽകും. ചൊവ്വയിലോട്ടുള്ള യാത്രയോ? അതൊരു കടന്ന കൈയായി പോയല്ലേ, ദുഷ്കരം പിടിച്ചതാണ്. മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ജാലിയൻ കണാരനോട് ചോദിക്കുക എന്തൊരു വിടലാണ് വിടുന്നതെന്നോ. അതെ, ചൊവ്വയിലോട്ടുള്ള യാത്ര എലോൺ മസ്കിന്റെ സ്വപ്നത്തിൽ മാത്രമുള്ളൊരു സംഗതിയാണ്. ചൊവ്വയിൽ പോയി നമുക്ക് മനുഷ്യ കോളനി സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വന്യമായ സ്വപ്നങ്ങളിൽ ചിലപ്പോൾ നടന്നേക്കാം. അല്ലാണ്ട് പ്രാക്ടിക്കലി അത് നടപ്പുള്ള കാര്യമല്ല. നിലവിലെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്ക് ചൊവ്വയിലോട്ട് എത്തിപ്പെടാനായിട്ടുള്ള റോക്കറ്റോ മറ്റ് സാധനങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. എന്താണ് നമ്മൾ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകം? പിന്തിരിപ്പിക്കുന്ന ഘടകം എന്ന് ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ശുദ്ധവായു, ജലം, കയറിക്കിടക്കാനായിട്ടൊരു വീട്, അല്ലെങ്കിൽ ഇത് സൂര്യപ്രകാശം, ഇതൊക്കെ ഇതേ അളവിൽ തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കൽ സാധ്യമാകുകയുള്ളൂ. ചൊവ്വയിൽ ഭൂമിയിലുള്ള സമാനമായ ഭൂമിയോട് സാദൃശ്യം മാത്രമേ ഉള്ളൂ. മറ്റേ ഉപ്പോളമാകില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയാണ്. അവിടെ മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നൊന്നുമില്ല. സാധ്യതയുണ്ട്, പക്ഷേ ഒരു ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള അത്തരം പരിപാടിക്ക് ആരൊക്കെ മുന്നിട്ടിറങ്ങും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഭൂമിയിൽ മനുഷ്യന് ജീവൻ അസാധ്യമാണ് എന്ന ഒരു സാഹചര്യം വരുന്നൊരു ഘട്ടത്തിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു ഭീമൻ ഉൽക്ക വരുന്നു എന്ന് വരിക, അത് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കൽ ഉറപ്പായ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായാൽ ഇവിടെ മനുഷ്യർ ഇല്ലാണ്ടാകാൻ പോകുന്നൊരു സാഹചര്യത്തിൽ അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ ഒരു സ്പേസ് ഷിപ്പിൽ കയറ്റി അങ്ങോട്ടേക്ക് അയക്കാം. അതൊക്കെ വല്ല ഹോളിവുഡ് സിനിമകളിൽ മാത്രം നടപടിയുള്ള കാര്യമാണ്. അത് എത്രത്തോളം അത് മനുഷ്യസാധ്യമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുക ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് നമുക്ക് സാധിക്കില്ല. നമുക്ക് സ്വപ്നം കാണൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി ഇതിന്റെ തെറ്റായ ഒരു പ്രചരണം വരുന്നത് ചൊവ്വ ഗ്രഹം ഗുജറാത്തിൽ കണ്ടെത്തി എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റിദ്ധാരണയാണ്. ചൊവ്വയിലെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചൊവ്വയിൽ കണ്ടുവരുന്ന ഒരു ധാതു മാത്രമാണ് ഇവിടെ കണ്ടെത്തിയത്. ഈ കണ്ടെത്തൽ ചൊവ്വയിലെ ഭൂമിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നില്ല, മറിച്ച് ഭൂമിയിലെ ചില പ്രദേശങ്ങളും ചൊവ്വയും തമ്മിൽ സമാനമായ ഭൂമിശാസ്ത്ര ഘടനകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. സ്വാഭാവികമാണ്, എല്ലാ ഗ്രഹങ്ങൾ തമ്മിലും പരസ്പരം ഇത്തരത്തിൽ സാദൃശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാര്യം നമ്മുടെ ശാസ്ത്രം വിശ്വസിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഏതോ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നാണ്.
ഇപ്പോൾ സങ്കല്പിക്കുക, ഒരു വലിയ കല്ല് അത് പൊട്ടിത്തെറിച്ച് പല ഗോളങ്ങളായി മാറുന്നു. അത് നമ്മളിപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലുള്ള 9 ഗ്രഹങ്ങൾ, ഇപ്പോൾ 8 ഉള്ളൂ. അതൊരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണെന്ന് കരുതുന്നു. ആ പൊട്ടിത്തെറിയിൽ ചിലതൊക്കെ ചിന്നിച്ചിതറിപ്പോയി. അതൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉൽക്കകളുടെ രൂപത്തിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു കാലത്ത് ഇതെല്ലാം ഒന്നായിരുന്നു, പിന്നീട് പൊട്ടിത്തെറിച്ച് പല കഷ്ണങ്ങളായി എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമാണ് ഭൂമിയിലുള്ളതിന് സമാനമായ ചില സാധനങ്ങളൊക്കെ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിന്തയെ ബലപ്പെടുത്തുന്നതാണ്. പണ്ട് ഇതെല്ലാം ഒന്നായിരുന്നു, പിന്നീട് എപ്പോഴോ ഇത് പൊട്ടിത്തെറിച്ച് പലതായി മാറിയതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റെവിടെ നിന്നോ പൊട്ടിത്തെറിച്ച് വന്നതിൻ്റെ ഒരു കഷ്ണമാണ് ഭൂമി. അങ്ങനെയും ചിന്തിക്കാം. ഇപ്പോൾ 2 രീതിയിലും ഇപ്പം ഇനി ജലസാന്നിധ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ചൊവ്വയിലല്ല, ക്ഷമിക്കണം, ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയാണ് കണ്ടെത്തിയത്. ISRO ആണ് കണ്ടെത്തിയത്. ചൊവ്വയിലും ഇതേപോലെ ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ മുൻകാലത്തിൽ എവിടെയോ അവിടെയും മനുഷ്യരോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഭൂമി എന്നാണ് നമ്മുടെ മനുഷ്യൻ ഭൂമിയിൽ നിന്നില്ലാണ്ടാകില്ല, ഭൂമിയുടെ അവസാനമെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ അവിടെയും അത്തരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, ജീവജാലങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ടാവണം. പക്ഷേ അന്ന് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ടാകും. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കാലത്ത് നമ്മൾ ഭൂമിയിൽ നിന്നില്ലാണ്ടാകുന്നു എന്ന് കരുതുക. മറ്റേതെങ്കിലും ജീവജാലങ്ങൾ ഇവിടെ തിരക്കി വരുമ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ഉറപ്പായിട്ടും നമ്മൾ ജീവിച്ച കെട്ടിടങ്ങളുടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ മിച്ചം കാണും, അല്ലേ? സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും ഒക്കെ മിച്ചം കാണും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കുന്നുകളും മലകളും ഉറവ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ തന്നെയും വെള്ളമൊഴുകിയ പാടുകളെങ്കിലും ഇവിടെ അവശേഷിക്കും. അപ്പോൾ അതെല്ലാം പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവിടെ പണ്ട് വെള്ളമുണ്ടായിരുന്നു എന്ന് ഭൂമിയെക്കുറിച്ചും മറ്റാരെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ചൊവ്വയെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ പറയുന്നു, എപ്പോഴോ എവിടെയോ അവിടെയും ജീവൻ ഉണ്ടായിരുന്നിരിക്കണം. ലോകമെമ്പാടുമുള്ള ശാസ്ത്രലോകം ഈ കണ്ടെത്തലിനെ, അതായത് ഈ ചൊവ്വയിലെ ധാതു കണ്ടെത്തി എന്നുള്ളതിനെ കുറിച്ച് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ചൊവ്വയുടെ ജലചരിത്രവും ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും പഠിക്കുന്നതിന് എർത്ത് ബേസ്ഡ് അനലോഗ് സൈറ്റ് എന്ന നിലയിൽ ഗുജറാത്തിലെ പ്രദേശം ഒരു പ്രധാന ഇടമായി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, ചന്ദ്രനിൽ കണ്ടെത്തിയ ഒരു ധാതു, ജെറോസലേറ്റ് എന്ന് പറയുന്ന ഒരു ധാതു പിന്നെ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലത്തെ മാതാനോഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടെ ഈ ഒരു ധാതു കണ്ടെത്തി. ഇത് മറ്റൊരു രീതി പറഞ്ഞ ISRO പഠനം നടത്തിയ പ്രദേശത്ത് കണ്ടെത്തി. അതെ, അല്ലേ? ISRO പഠനം നടത്താത്ത പല മേഖലകളിൽ ഇതുണ്ടാവണം. അതെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഭൂമിയിൽ പലയിടത്തും ഇത് ഉണ്ടാവണം, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് നമ്മൾ പഠനം നടത്തിയ മേഖലയിൽ അത് കിട്ടിയത് കൊണ്ടത് വാർത്തയായി. പഠനം നടത്താത്ത എത്രയോ മേഖലകളിൽ ഇത്തരം ഇപ്പൊ കടലിന്റെ അടിത്തട്ടിലൊക്കെ എന്തൊക്കെയാ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഇപ്പൊ. അപ്പൊ അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാവണം.